നമ്മൾ ഇന്നൊരു അടിപൊളി പൊട്ടറ്റോ ആൻഡ് ക്യാപ്സിക്കം വെച്ചുണ്ടാക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയുടെ സൈഡ് ഡിഷ് നോക്കിയാലോ? അതിന് വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ എടുത്തേക്കുന്ന ഡൈസായിട്ട് അരിഞ്ഞ ക്യാപ്സിക്കം, ഡൈസായിട്ട് അരിഞ്ഞ പൊട്ടറ്റോ, 1-2 പച്ചമുളക്, പൊടിയായിട്ട് അരിഞ്ഞ സവാള, പൊടിയായിട്ട് അരിഞ്ഞ തക്കാളി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കാഷ്യൂ നട്ട്സ്, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത്, ഫ്രഷ് ക്രീം, ഉപ്പ്. നമുക്ക് ആദ്യം തന്നെ കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വേണ്ടി കാഷ്യൂ നട്ട്സിനെ തിളച്ച വെള്ളത്തിലിട്ട് കുറച്ച് നേരം ബോയിൽ ചെയ്ത് മാറ്റി വെക്കാം. പിന്നെ റിഫൈൻഡ് ഓയിലിൽ ഈ പൊട്ടറ്റോയിനെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഹെൽത്തിയർ ഓപ്ഷൻ വേണ്ടിയവർക്ക് പൊട്ടറ്റോയിനെ ബോയിൽ ചെയ്തും എടുക്കാം. ഇനി ഇതേ എണ്ണയ്ക്കകത്തോട്ട് തന്നെ നമുക്ക് ക്യാപ്സിക്കത്തിനെയും ഒന്ന് ചെറുതായിട്ട് വറുത്തെടുക്കാം. ഇനി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് 1/4 ടീസ്പൂൺ ജീരകം, പൊടിയായിട്ട് അരിഞ്ഞ സവാള, 2 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിൻ്റെ കൂട്ടത്തിൽ തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് ഇത് വേകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എല്ലാം നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്കിനി അരച്ച കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. ഇനിയും നമുക്ക് ഗ്രേവി ഉണ്ടാക്കാനായിട്ട് വേണ്ടി ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. കുറച്ചുകൂടെ ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ക്യാപ്സിക്കവും പൊട്ടറ്റോയും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി പൊടിയായിട്ട് അരിഞ്ഞ് മല്ലിയില ചേർത്ത് കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് ഫ്രഷ് ക്രീം 1-2 ടേബിൾ സ്പൂണ് നമുക്ക് ആഡ് ചെയ്ത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഫുൽക്കയുടെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂട്ടത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. ഇതുപോലെ ഒരു അടിപൊളി റെസിപ്പിയുമായി നമുക്കിനി ഉടൻ കാണാം. ബൈ ഫോർ നൗ.